റംസാൻ നിലാവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊൻപ്രഭയിൽ വിരിഞ്ഞ സ്വർണ്ണ പരിശുദ്ധിയാൽ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി ഐശ്വര്യ ഗോൾഡ് പാലസ്. സംശുദ്ധ സ്വർണവും ലേറ്റസ്റ്റ് ഡിസൈനുകളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു. ട്രഡീഷണൽ, മോഡേൺ, ഹാൻഡ്മെയ്ഡ്, ലൈറ്റ് വെയ്റ്റ് തുടങ്ങിയ നിരവധി ഡിസൈനുകൾ. വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ സ്പെഷ്യൽ പാക്കേജുകൾ. ഇനി ഓരോ മുഹൂർത്തങ്ങളും ഐശ്വര്യയോടൊപ്പം ആഘോഷമാക്കൂ. ഐശ്വര്യ ഗോൾഡ് പാലസ്, തൃശൂർ റോഡ്, എടപ്പാൾ, നന്നമ്മുക്ക് റോഡ്, ചങ്ങരംകുളം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽ ഫായിസീൻ. പ്രിയ സഹോദരങ്ങളെ, സൃഷ്ടാവായ അല്ലാഹു ഇഷ്ടപ്പെടുന്ന സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന സജ്ജനങ്ങളിൽ നാം ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കുറഞ്ഞ ദിവസങ്ങൾ കൂടിയാണ് ഈ വർഷത്തെ പരിശുദ്ധ റമളാനു ശരീഫിൽ നമുക്ക് വരാനിരിക്കുന്നത്. ഈ സമയങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പൂർണ്ണമായി അർപ്പിത മനസ്സോടുകൂടെ കർമ്മപഥത്തിൽ സജീവമാകാൻ സൃഷ്ടാവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യാം. ഇന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ യൗവനഘട്ടം അത് ഏത് രീതിയിലൊക്കെയാണ് നാം ചെലവഴിക്കേണ്ടത് അല്ലെങ്കിൽ നാം പ്രവർത്തിക്കേണ്ടത് എന്ന ചിന്തകളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മനുഷ്യ ജീവിതത്തെ നമുക്ക് 3 ഘട്ടങ്ങളായി വേർതിരിക്കാം. ഒന്ന് അവൻ്റെ ബാല്യകാലമാണ്, മറ്റൊന്ന് യൗവനമാണ്, മറ്റൊന്ന് വാർദ്ധക്യമാണ്. വളരെ പ്രധാനമായും ഈ 3 ഘട്ടങ്ങൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്ത രീതികളിലാണ് അവൻ്റെ പ്രവർത്തനങ്ങളിലും വാക്കുകളിലും ചിന്തകളിലുമൊക്കെ രൂപപ്പെടുന്നത് എന്ന് അത് സംബന്ധമായ ഒരു പരിശോധനയ്ക്ക് വരുമ്പോൾ തീർച്ചയായും നമുക്കത് ബോധ്യപ്പെടും. അതുകൊണ്ട് തന്നെയാണ് ബാല്യകാലത്ത് മനുഷ്യന് മതപരമായ ഒരു നിയമവും, യൗവന ഘട്ടങ്ങളിൽ അത് മറ്റൊന്നും, എന്നാൽ ചില പഴുതുകളോട് കൂടെ, ചില ആനുകൂല്യങ്ങളോട് കൂടെ നിയമങ്ങൾ ഒന്നുകൂടി ലളിതമാക്കി വാർദ്ധക്യഘട്ടത്തിലും സൃഷ്ടാവ് നിശ്ചയിച്ചതായി നമുക്ക് കണ്ടെത്താൻ കഴിയും. അവൻ്റെ പ്രസവം മുതൽ പ്രായപൂർത്തി എത്തുന്നത് വരെ, പ്രായം അറിയിക്കുന്ന ആ ഒരു ഘട്ടം വരെ അവൻ്റെ ബാല്യകാലമായിട്ടാണ് പരിശുദ്ധമായ ഇസ്ലാം വീക്ഷിക്കുന്നത്, ഇസ്ലാം കാണുന്നത്. ആ ഒരു സമയങ്ങളിലുള്ള അവൻ്റെ ആരാധനാ കർമ്മങ്ങളാണെങ്കിലും അവൻ്റെ കുറ്റകൃത്യങ്ങളാണെങ്കിലും കൃത്യമായി വളരെ വലിയ ശിക്ഷയ്ക്ക് വിധേയമല്ലാതെ സൃഷ്ടാവിൻ്റെ അടുക്കൽ ആനുകൂല്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അവസാനം പറഞ്ഞ വാർദ്ധക്യഘട്ടം, അവിടെയും നമുക്ക് ആനുകൂല്യങ്ങളുണ്ട്. വ്രതാനുഷ്ഠാനത്തിലാണെങ്കിലും മറ്റ് ആരാധനാ കർമ്മങ്ങളിലും ഒക്കെയാണെങ്കിലും യൗവനഘട്ടത്തിൽ നിഷ്കർഷിക്കുന്ന പോലെയുള്ള ആ കടുത്ത രീതികൾക്ക് പകരം
ചില പ്രതിവിധിയോട് കൂടെ പരിഹാരങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയും. ഇപ്പം എന്താണ് ഇത് സംബന്ധമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്? ബാല്യകാലം അതൊരു കൽപ്പനയില്ലാത്ത ഒരു കാലഘട്ടമാണ്. എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ ചെയ്യണം, നിയമങ്ങൾ പരിശീലിക്കണം, അതിൻ്റെ ഭാഗമാകണം, അത് പരിശീലിപ്പിക്കാൻ രക്ഷിതാക്കൾ സർവത്മന സന്നദ്ധരാകണം. അതൊക്കെയാണെങ്കിലും ഒരു യൗവനഘട്ടത്തിലുള്ള ഒരു യുവാവിനുള്ളതുപോലെ ശിക്ഷാ നിയമങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലല്ല ഒരു ബാല്യകാലമുള്ളത്. അവിടെ കൽപ്പനകളുടെ പഠനങ്ങളുടെ ഒരു കാലഘട്ടമായിട്ടാണ് ഇസ്ലാം എണ്ണുന്നത്. മുറു ഔലാദക്കും ബിസ്സലാ, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് നമുക്കറിയാലോ. കുഞ്ഞുങ്ങളോട് നിങ്ങൾ കൽപ്പിക്കണേ ബിസ്സലാ നിസ്കാരം കൊണ്ട്. ഇതാ ബലവു സബസിനീൻ, അവർ 7 വയസ്സ് എത്തിക്കഴിഞ്ഞാൽ നമസ്കാരം കൊണ്ട് അവരോട് നിങ്ങൾ കൽപ്പിക്കണം. ഫദ്രിബൂഹും അലൈഹ, നിസ്കരിക്കാത്ത പക്ഷം അവരെ നിങ്ങൾ ചെറിയ തോതിൽ ശിക്ഷ നൽകണം. എപ്പോൾ അവർ 10 വയസ്സുകാരായാൽ. അങ്ങനെ കൽപ്പിച്ചും അതോടുകൂടെ ചെറിയ ശിക്ഷകൾ നൽകിയൊക്കെ പരിശീലിപ്പിക്കുന്ന ഒരു പ്രാക്ടിക്കൽ രംഗത്തേക്ക് അവന് കൊണ്ടുവരാൻ യോഗ്യത ഉണ്ടാക്കുക എന്നതാണ് ആ ഒരു കാലയളവ്. എന്നാൽ നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് അത് കഴിഞ്ഞ് ഒരു യൗവനഘട്ടം. യൗവനഘട്ടം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. പരിശുദ്ധ ഇസ്ലാം ഈ ഒരു കാലഘട്ടത്തെ കാണുന്നത് വളരെ ഗൗരവത്തോടു കൂടെയാണ്. നിയമവ്യവസ്ഥിതികൾ കൃത്യമായി പാലിക്കപ്പെടേണ്ടവനും പറഞ്ഞ കാര്യങ്ങൾ ഒരു കാരണവശാലും ഉപേക്ഷിക്കപ്പെടാതെ കൃത്യമായി പ്രാവർത്തികമായി പ്രവർത്തന പദത്തിൽ കൊണ്ടുവരേണ്ടവനും, അങ്ങനെ അത്രമാത്രം കാർക്കശ്യത്തോടു കൂടെ കൽപ്പനകൾക്ക് വിധേയമായി ജീവിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അത് സ്ത്രീയോ പുരുഷനോ ആകട്ടെ അവൻ്റെ യൗവനകാലം. അത് അള്ളാഹു നമുക്ക് നൽകുന്ന ഒരു പ്രത്യേകമായ ഒരു അവസരമാണ്, ഒരു തൗഫീഖാണ്. ഈ യുവത്വം അത് നന്മകളിൽ അധിഷ്ഠിതമായി അതിനെ ചിട്ടപ്പെടുത്താനും രൂപപ്പെടുത്താനും നമുക്ക് കഴിഞ്ഞാൽ, അത് വീട്ടിലാണെങ്കിൽ ആ വീട്ടിന്, ഒരു സമൂഹത്തിലാണെങ്കിൽ ആ സമൂഹത്തിന്, ഒരു നാട്ടിലാണെങ്കിൽ ആ നാട്ടിന് അതിനേക്കാൾ വലിയ ഗുണകരമായ ഒരു കാര്യം വേറെ ഇല്ല എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഒരു വീട്ടിലുള്ള ചെറുപ്പക്കാർ, ആ വീട്ടിലുള്ള യുവാക്കൾ, യുവതികൾ, അവർ വളരെ കൃത്യമാണ്. നന്മകൾ പ്രവർത്തിക്കാൻ സ്വമേധയാ മുന്നോട്ട് വരുന്നവരും തിന്മകളിൽ നിന്ന് കൃത്യമായി പുറംതിരിഞ്ഞു നിൽക്കാനും ഒരു വേള അതിനെ തിരസ്കരിക്കാനും അതിനെതിരെ നിലകൊള്ളാനും സന്നദ്ധരായ ആളുകളുമാണെങ്കിൽ ആ വീട്ടിൻ്റെ മനോഹാരിതയും ആ വീട്ടിലുള്ള പരിശുദ്ധിയും അനിർവചനീയമായി വളരെ മനോഹരമായി നമുക്ക് കണ്ടെത്താൻ കഴിയും. അനിർവചനീയമായ ഒരു അനുഭൂതിയാണ് അതുകൊണ്ട് സാധ്യമാവുക. ഇതവിടെ തന്നെ ആ യൗവനം ആ രീതിയിൽ ചെലവഴിക്കാതെ അവൻ്റെ രക്തത്തിളപ്പിന് അനുസരിച്ച് ആഭാസങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ നോക്കൂ നിങ്ങൾ, അതിനേക്കാൾ വേദനാജനകമായൊരു സാഹചര്യം ആ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്നില്ല. ഇത് വീടാകുമ്പോൾ വീട്ടിൽ പരിമിതപ്പെടുന്നു. ഈ യുവാക്കളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് ഒരു നാട്ടിലെ യുവാക്കളെക്കുറിച്ചാണ്, ഒരു സമുദായത്തിൻ്റെ യുവാക്കളെക്കുറിച്ചാണ്, ഒരു സമൂഹത്തിലുള്ള യുവാക്കളെക്കുറിച്ചാണെങ്കിലോ അതിൻ്റെ നന്മയുടെ വ്യാപ്തിയാണെങ്കിലും അതിൻ്റെ തിന്മയുടെ പ്രതിഫലനമാണെങ്കിലും അത് അത്തരം ആളുകൾ വ്യാപിച്ചു കിടക്കുന്ന അത്യന്തം ഭയാനകമാകും. ചില ഘട്ടങ്ങളിലൊക്കെ അത്യന്തം ഗൗരവതരമായി നമ്മളത് കാണേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് യൗവനത്തെക്കുറിച്ച് നമ്മളെപ്പോഴും ബോധവാന്മാരാകണം. ഉൾപ്രേരണയുടെ ഒരു കാലഘട്ടമാണത്. ശാരീരികമായ താല്പര്യങ്ങളുടെ ഒരു കാലഘട്ടമാണത്. വിചാരങ്ങളുടെ ഒരു കൂത്തരങ്ങായ ഒരു ഘട്ടം, അതാണ് യൗവനഘട്ടം. നോക്കൂ, വർത്തമാനകാല സാഹചര്യങ്ങളെ
ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളുടെ സാഹചര്യത്തിലൂടെ നമ്മൾ പരിശോധിച്ചാൽ ഏറെ ഭയാനകമായ വേദനാജനകമായ ഒരു സാഹചര്യമാണ് നമ്മുടെ കാലഘട്ടത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത്യന്ത ദാരുണമായ ഒരു വാർത്ത നമ്മളിവിടെ കേൾക്കേണ്ടി വന്നു. അനുജ എന്ന് പറയുന്ന ഒരു സഹോദരി, ഹാഷിം എന്ന് പറയുന്ന മറ്റൊരാൾ, ഇവർ തമ്മിലുള്ള ദാരുണമായ മരണവാർത്ത വളരെ ഞെടുക്കത്തോടെ മലയാളക്കര വായിക്കേണ്ടി വന്നു, കാണേണ്ടി വന്നു. ആ ഒരു സാഹചര്യം മാത്രം ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്ക്. എത്ര സന്തോഷദായകമായി കഴിയേണ്ട രണ്ട് കുടുംബം, ഭർത്താവും കുഞ്ഞുമായി ഒരുപാട് സ്വപ്നങ്ങൾ നെയ്യാനും ജീവിതത്തിൻ്റെ ആ തീരങ്ങളിലൂടെ മനോഹരമായി സഞ്ചരിക്കാനും എല്ലാം കൊണ്ടും കഴിയുന്ന ഒരു പ്രിയ സഹോദരി. ഇപ്പുറത്ത് നോക്കിയാലും അത് തന്നെ. തനിക്ക് വേണ്ടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രിയപ്പെട്ടവളെ സ്നേഹിച്ച് തൻ്റെ കുഞ്ഞുങ്ങളുമായി നേരത്തെ പറഞ്ഞ ജീവിതത്തിൻ്റെ നന്മകളുടെ വശങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടവർ. എന്ത് സംഭവിച്ചത്? ഒരു നിമിഷം, ഏതോ ഒരു ദൗർബല്യ നിമിഷത്തിലുള്ള പരിചയങ്ങൾ. ആ പരിചയങ്ങളുടെ പരിണിതഫലം ഇവിടെ നല്ല നിറഞ്ഞ യൗവനഘട്ടത്തിലുള്ള ചിന്തകളുടെ തെറ്റായ ദിശയിൽ സഞ്ചരിച്ചു എന്നതിൻ്റെ അത്യന്തം അപകടകരമായൊരു സാഹചര്യമാണ് ഒരു വലിയ ദുരന്തത്തിൽ കലാശിക്കേണ്ടി വന്നത്. ജീവിതത്തിൻ്റെ നാളുകളെ, ഇനി വരാനിരിക്കുന്ന രണ്ട് ജീവിതങ്ങൾ, പക്ഷേ ഓടിക്കൊണ്ടിരിക്കുന്ന ടാങ്കർ ലോറിയിലേക്ക് തൻ്റെ കാറുമായി ഇടിച്ചു കയറുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ വഴി ജീവിക്കുന്ന ഘട്ടത്തിൽ നമ്മൾ ആലോചിക്കണം. ഇപ്പോൾ നമ്മളൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു കാലയളവിലാണ് എൻ്റെ ജീവിത ലക്ഷ്യം. എല്ലാ ആളുകൾക്കും അവരുടേതായ ഒരു ലക്ഷ്യങ്ങളുണ്ട് ജീവിതത്തിൽ. ഇവിടെ മറിച്ച് നമ്മൾ ചിന്തിച്ച് നോക്ക്. നന്മയുടെ വാക്താക്കളായി, മാനവികതയുടെ ചിന്താധാരകളുമായി ജീവിതത്തിൻ്റെ നല്ല വശങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരായിരുന്നുവെങ്കിൽ അവരെ കൊണ്ട് എന്തെല്ലാം നേട്ടങ്ങൾ അവരുടെ കുടുംബത്തിന്, അവരുടെ മക്കൾക്ക്, അവരുടെ രക്ഷിതാക്കൾക്ക്, അവരെ കാത്തിരിക്കുന്ന ഒരു സമൂഹത്തിന് അവർക്ക് നൽകാൻ കഴിയുമായിരുന്നു. അപ്പോൾ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത്, യൗവനം വളരെ കരുതലോട് കൂടെ നമ്മൾ ചെലവഴിക്കേണ്ട, നമ്മൾ നീക്കി വെക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ ടീനേജിൻ്റെ ഈ പ്രായഘട്ടം. അത് വളരെ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ട ഒരു കാലഘട്ടമാണ്. അവരുടെ പിറകിൽ മാന്യ രക്ഷിതാക്കളുടെ നിരന്തരം ശ്രദ്ധകൾ അവരെ പ്രയാസപ്പെടുത്താത്ത വിധം കൂടെ ഉണ്ടാകേണ്ടതുണ്ട്. ആ പ്രയാസപ്പെടാതെ അല്ലെങ്കിൽ പെടുത്താതെ എന്ന് പ്രത്യേകം പറയാനുള്ള കാര്യം, നമ്മളുടെ ഇടപെടൽ അവർക്കൊരു ജീവിതത്തിലൊരു ശല്യമാകാതെ, അവരെ കൂട്ടിൽ അകപ്പെടുത്തിയ പക്ഷികളെപ്പോലെ അനങ്ങാൻ കഴിയാതെ എന്നല്ല ഞാൻ സൂചിപ്പിച്ചത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അവസരങ്ങളൊക്കെ നൽകുന്നതോട് കൂടെ ഏത് അവസരങ്ങളിലും അവരുടെ മനസ്സുകൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകാം. അവരുടെ സഞ്ചാര വീതിയിൽ അവർ പോലും അറിയാതെ കല്ലും മുള്ളും മുൾച്ചെടികളും ഒരുപക്ഷെ നിറഞ്ഞു വരാം. അത് മോനെ അല്ലെങ്കിൽ മോളെ എന്ന വിളിയോടെ, ഇന്നതാണ്, അവിടെ മുള്ളുണ്ട്, അവിടെ കല്ലുണ്ട്, അങ്ങോട്ട് പോകല്ലേ, ദിശയൊന്ന് മാറിപ്പിടിക്ക് എന്ന് പറഞ്ഞ് കൃത്യമായ ദിശാബോധം നൽകാൻ പക്വതയുള്ള രക്ഷിതാക്കൾ ഏറെ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ട അനിവാര്യമായൊരു ഘട്ടമാണ് ഓരോ ആളുകളുടെയും യൗവനഘട്ടം. പ്രിയ കൂട്ടുകാരെ, നമ്മൾ തന്നെ ഒരിക്കലും മറന്നുകൂടാ. നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും ഒരു തിരിച്ചറിവ്, സ്വന്തത്തെക്കുറിച്ച് ഒരു ബോധ്യം നമുക്കുണ്ടാകണം. അത് തിന്മകളുടെ കൂട്ടുകാരുമായി മദ്യത്തിൻ്റെ ലഹരിയിൽ
ജീവിക്കുന്ന ഒരു ഘട്ടത്തിൽ സഞ്ചരിക്കുന്ന ആളുകളെക്കുറിച്ചാണെങ്കിലും, അതല്ലെങ്കിൽ അനാവശ്യമായ ഒരിക്കലും നേടിയെടുക്കാൻ കഴിയാത്ത പ്രണയത്തിൻ്റെ ചതിക്കുഴികളിൽ വീണുപോയി അവസാനം മരണം ഏറ്റെടുക്കേണ്ടി വരുന്ന അഘട്ടങ്ങളിൽ സഞ്ചരിക്കുന്ന ആളുകളെക്കുറിച്ചാണെങ്കിലും എൻ്റെ പ്രിയ കൂട്ടുകാരുമായി എനിക്ക് പങ്കുവെക്കാനുള്ളത്, നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഒരല്പം ഒരു തിരിച്ചറിവ്, നമ്മളെക്കുറിച്ചുള്ള ഒരു ഓർമ്മ നമ്മൾ ഏതൊരു ഘട്ടത്തിൽ കാലെടുത്ത് വെക്കുമ്പോഴും ആ ഒരു ചിന്ത നമുക്കുണ്ടാകണം. മദ്യത്തിൻ്റെ പിടിയിൽ നമ്മൾ വീണ് പോയാൽ നമ്മൾ ആ സമയം പ്രോത്സാഹിപ്പിക്കാൻ ആളുകളുണ്ടാകും. തന്നെ പോലെ തൻ്റെ പ്രായക്കാരായ കൂട്ടുകാർ ധാരാളം ഉണ്ടാകും. നമ്മൾ മടിച്ചാണെങ്കിലും അവരുടെയൊക്കെ സമ്മർദ്ദങ്ങൾക്ക് വശംവദനായി ആദ്യം ഒരിക്കലും ചെയ്യില്ല, തൽക്കാലമെന്ന മനോഭാവത്തോടെ മാത്രം നമ്മളത് രുചിക്കപ്പെടുന്നുവെങ്കിൽ പിന്നീട് കൂട്ടുകാരെ പോലും കൊണ്ടുപോകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറുകയാണ്. ഇവിടെ അന്ന് നമ്മളെ അത് രുചിപ്പിച്ച കൂട്ടുകാരന് ഒന്നും നഷ്ടപ്പെട്ടില്ല, കാരണം അവൻ എന്നോ നഷ്ടപ്പെട്ടവനായിരുന്നു. ഇവിടെ നഷ്ടപ്പെട്ടത് തൻ്റെ വളർച്ചയിൽ കൗതുകത്തോടെ ദിവസങ്ങൾ എണ്ണി കാത്തുനിന്ന നിൻ്റെ പ്രിയപ്പെട്ട മാതാവിനാണ്, പിതാവിനാണ്, നിൻ്റെ സഹോദരങ്ങൾക്കാണ്, നിൻ്റെ സഹോദരിമാർക്കാണ്. നീ പിതാവാണോ എന്നാൽ മക്കൾക്കാണ്. ഈ ഒരു ചിന്ത നമുക്കുണ്ടെങ്കിൽ ഒരിക്കലും അത്തരം ഘട്ടങ്ങളിൽ ഒരു മദ്യത്തിൻ്റെ പിടിയിലേക്ക് എത്താൻ, വീണുപോകാൻ നമുക്ക് കഴിയില്ല. അതുപോലെ പ്രണയത്തിൻ്റെ പേരിൽ ഞാൻ ഈ പറഞ്ഞ പ്രയാസകരമായ ഒരു സാഹചര്യത്തിൽ എത്തിപ്പോകുന്ന ആ ഒരു ഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചക സമക്ഷം ഒരാൾ വരികയാണ്. ഒരാൾ വന്നിട്ട് പറഞ്ഞു, നബിയെ, ഇസ്ലാമിക നിയമവ്യവസ്ഥിതികളിലൊക്കെ ഞാൻ വളരെ ആകൃഷ്ടനാണ്. അതിലുള്ള സാമ്പത്തികം, സാമൂഹിക ഘടന, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും, ജീവിതത്തിൻ്റെ നിഖില മേഖലകളും കൃത്യമായി സ്പർശിക്കുന്ന നിയമവ്യവസ്ഥിതികൾ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഹൃദ്യമാണ്. പക്ഷെ എനിക്കൊരു പ്രശ്നമുണ്ട്. ഞാൻ ജീവിതത്തിൽ വളരെ മലീമസമായ ഒരു അന്തരീക്ഷത്തിൽ ജീവിച്ചവനാണ്. വ്യഭിചാരം അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നാണ്. പരസ്ത്രീ ബന്ധം അത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ വല്ലാതെ എൻ്റെ കൂടെയുള്ളൊരു കാര്യമാണ്. അതിൽ നിന്ന് ഒഴിവാകാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് അത് അനുമതി തരലോട് കൂടെ പ്രവാചകൻ എന്നെ മുസ്ലിമാകാൻ അനുമതി നൽകുകയാണെങ്കിൽ വളരെ സന്തോഷത്തോടെ ഞാനത് സ്വീകരിച്ചു കൊള്ളാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പെടുന്നതിനെ അവൻ ആട്ടി ഓടിച്ചില്ല. അല്ലെങ്കിൽ അവൻ്റെ ആ പോരായ്മകളിൽ അത് പറഞ്ഞപ്പോഴേത്തിന് അവനെ ശകാരിക്കുകയോ അവനെ പരിഹസിക്കുകയോ അവനെ പുച്ഛത്തോടെ നോക്കുകയോ ഒന്നും ചെയ്യാതെ വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ അവനെ അടുത്ത് വിളിച്ചു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, ശരിയാണ്, നിനക്ക് ഞാൻ അനുമതി തരാം, പക്ഷെ അതിനു മുമ്പ് എൻ്റെ 1-2 ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം നൽകണം. അദ്ദേഹം സമ്മതിച്ചു. പ്രവാചകൻ ചോദിക്കുകയാണ്, നീ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. ആ കയറി ചെല്ലുന്ന സമയം നിനക്ക് ജന്മം നൽകിയ നിൻ്റെ മാതാവിനെ ആരോ ഒരാൾ ക്രൂരമായി പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം നീ കാണേണ്ടി വന്നാൽ നിൻ്റെ പ്രതികരണം എന്താകും? അയാൾ വളരെ ദേഷ്യത്തോടെ പറഞ്ഞു, പ്രവാചക, അങ്ങനെ ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയോ? ഞാൻ അവനെ ശക്തമായി നേരിടും. എന്നാൽ കഴിയും വിധം അവനെ ഞാൻ പ്രതിരോധിക്കും. വേണ്ടി വന്നാൽ അവനെ ഞാൻ കൊല്ലാം. എന്നാലും അത് ഉൾക്കൊള്ളാൻ എനിക്ക് കഴിയില്ല. ഓക്കെ. പ്രവാചകൻ അടുത്ത ചോദ്യം, നിന്റെ സഹോദരിയാണ് അപ്രകാരം ചെയ്യുന്നത്, നീ കണ്ടാലോ? അദ്ദേഹത്തിൻ്റെ പ്രതികരണം നേരത്തെ പറഞ്ഞതിനേക്കാൾ ഗൗരവത്തിലായിരുന്നു. വീണ്ടും പ്രവാചകൻ പറഞ്ഞു, നിന്റെ ഭാര്യയാണെങ്കിലോ? അദ്ദേഹത്തിന് പിന്നീട് പറയാൻ കഴിയാത്ത അത്രമാത്രം ദേഷ്യത്തോടു കൂടെ ജീവൻ്റെ അവസാനത്തെ തുടിപ്പ് നഷ്ടപ്പെടുത്തേണ്ടി വന്നാലും അവർക്കെതിരെ ഞാൻ നിലകൊള്ളും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞത്രേ, സഹോദര, ഇത് തന്നെയാണ് നിങ്ങൾ മറ്റൊരു
പരസ്ത്രീ ബന്ധത്തിനായി നിങ്ങൾ പോയി സമീപിക്കുന്ന സ്ത്രീ ഒരുപക്ഷെ നിങ്ങളെപ്പോലെ ആരോ ഒരാളുടെ ഉമ്മയാണ്, ആരോ ഒരാളുടെ സഹോദരിയാണ്, ആരോ ഒരാളുടെ ഭാര്യയാണ്. നിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം പ്രയാസമുണ്ടോ എന്നതുപോലെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുടെ മനസ്സ് എൻ്റെ അത്തരം ഘട്ടങ്ങളിൽ കാണാൻ കഴിയുന്നില്ല. ആ മനുഷ്യൻ ഒരു വേള ചിന്തിക്കുകയാണ്. പിന്നീട് പ്രവാചക സമക്ഷത്തിലേക്ക് വന്ന് അവിടുത്തെ കരം കുരർന്നുകൊണ്ട് വളരെ സങ്കടത്തോടെ പറഞ്ഞത്രേ, യാ റസൂലല്ലാഹ്, നബിയെ, അള്ളാഹുവിൻ്റെ പ്രവാചക, അങ്ങ് പറഞ്ഞതുപോലെ ഞാനത് ഉൾക്കൊള്ളുകയാണ്. ഇനി അങ്ങനെ ഒരു പ്രവർത്തനത്തെക്കുറിച്ച് ഞാൻ ആലോചിക്കില്ല. ഞാൻ പൂർണ്ണ വിശ്വാസത്തിലേക്ക് വരാൻ പോവുകയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. പ്രിയ സഹോദരങ്ങളെ, ഞാനിവിടെ സൂചിപ്പിച്ച ഈയൊരു സാഹചര്യം ഓരോ ആളുകളും ഈ പറഞ്ഞ അനുവദനീയമല്ലാത്ത മാർഗത്തിലൂടെ, ഒരിക്കലും സാധ്യമല്ലാത്ത ഒരു സാഹചര്യത്തിൽ പിന്നെന്തിനാണ് മനസ്സിന് വേദനപ്പെടാൻ, ഉറക്കമില്ലാത്ത രാവുകൾ, സ്വസ്ഥമായ അന്തരീക്ഷമില്ലാതെ അവസാനം തീരെ മദ്യപിക്കാത്തവർ മദ്യപത്തിലേക്ക് പോകാൻ, അവിടെയും സമാധാനമില്ല എന്നറിയുമ്പോൾ ആത്മഹത്യയിലേക്ക് എടുത്തു ചാടാൻ കാരണമാകും വിധമുള്ള ഈ പ്രവർത്തനങ്ങൾ അതല്ല ഈ ഘട്ടങ്ങളിൽ നമുക്കുണ്ടാകേണ്ടത്. അതുകൊണ്ട് നിറഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടെ, ചിന്താശക്തിയോടു കൂടെ നമ്മുടെ യൗവനം, ഒരു നാട്ടിൻ്റെ യൗവനത്തിൻ്റെ നന്മകൾ ആ നാട്ടിൻ്റെ നന്മകളാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഭാരതത്തിൻ്റെ, ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു സമ്പത്താണ് ഈ നാട്ടിലുള്ള യുവാക്കളൊക്കെ, നമ്മളൊക്കെ. ആ യുവാക്കളാകുന്ന ആളുകൾ നാട്ടിലൊരു മുതൽക്കൂട്ടാകാൻ, സമുദായത്തിന് അതൊരു ഉപകാരപ്രദമാകാൻ, നമ്മുടെ സഹജീവികളായ സഹോദര മനുഷ്യരായ ആളുകൾക്കൊക്കെ അതിന് നന്മകളുണ്ടാകാൻ യൗവനം നന്മയുടെ വഴിയിലേക്ക് ചിലവഴിക്കാനുള്ള ഒരു പ്രചോദിതമായൊരു ഘട്ടമാക്കാൻ തീർച്ചയായും ഈ റമളാനു ഷരീഫിൻ്റെ ഈ അവസാന സമയങ്ങൾ നമുക്ക് ശ്രവിക്കാം. കരുണക്കടലായ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിൻ്റെ തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു ഇഷ്ടപ്പെട്ട ഇഷ്ടജനങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ തൽക്കാലം ഇവിടെ ചോദിക്കുന്നു. വാഖിറു ദഅവത്തി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.